ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ആനുവൽ ലീവൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചെറിയ ട്രിപ്പ് പോവാണ്. ഓൾമോസ്റ്റ് ഒരു 10 days ട്രിപ്പാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ട്രിപ്പിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കണ്ടിട്ട് പോവാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്താം. അപ്പോൾ രാവിലെ റെഡി ആയിട്ട് നേരെ ബസ്സിൽ കയറി നേരെ ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് എത്തി. ഞാനങ്ങനെ തപ്പി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ആൻഡ് ഇതും ഇഷ്ടമായി. ഇതും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇനി 2 ഷോപ്പിലും കൂടെ കയറി നോക്കാം, അത് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ അടുത്ത ഷോപ്പിംഗ് സെൻറ്ററിൽ കയറിയിട്ട് ഞാൻ ട്രയൽ റൂമിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. നേരെ പുറത്തു നിന്നപ്പോൾ ക്ലൈമറ്റ് അടിപൊളിയാണ്, നൈസാണ്. അതിൻ്റെ നേരെ ഷോപ്പിംഗ് ചെയ്തിട്ട് ബാക്കി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ ട്രിപ്പ് പോണ ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ പുറത്ത് നല്ല വെതർ നല്ല കോൾഡ് ആയതുകൊണ്ട് തെർമൽസൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ബാക്കി ഡ്രസ്സ് ഇടണം. ഓൾമോസ്റ്റ് ഇന്നലെ നൈറ്റ് തന്നെ പാക്കിങ് കഴിഞ്ഞു. അതിന് നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അത് ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊബർ വന്നു. നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലായിട്ടാണ് പോകുന്നത്. ഓൾറെഡി നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊന്നുമില്ല. നേരെ ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നേരെ അതിൻ്റെ കളക്ട് ചെയ്തു. നമുക്ക് ഗേറ്റ് പാസിന് വേണ്ടിയിട്ടുള്ളത് അത് നേരെ കളക്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അധികമൊന്നും കഴിച്ചിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മേടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറി. അവിടെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാൻഡ്വിച്ചും ഒരു പ്രോട്ടീൻ ഷേക്കൊക്കെ മേടിച്ചിട്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തി. അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫൈനലി നമ്മൾ ട്രെയിൻ വന്നു. ട്രെയിനിൻ്റെ അകത്ത് കയറി. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയില്ല. രാവിലെ ഒരു 9:40 ആയിരുന്നു ട്രെയിന്. ഫൈനലി നമ്മളടുത്ത് വേറൊരു സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ട്രെയിൻ മാറി കയറാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ താഴത്ത് ആയിട്ട് നടക്കുകയാണ് മെയിൻ ഫ്ലോറിലോട്ട്. അപ്പോൾ വേറെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. നമുക്ക് ഇവിടുന്ന് ട്യൂബ് കയറാനായിട്ടുണ്ട്. നമ്മൾ ലണ്ടൻ സൈഡിലായിട്ടാണ് പോകുന്നത്, ബോൺമൗത്ത് ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ട്യൂബിൽ കയറാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ട്യൂബിൽ കയറി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എസ്കലേറ്ററിൽ കയറി നേരെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. അവിടെ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇത് കുറച്ച് വലിയ ഒരു റെയിൽവേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് ട്രെയിനിലായിട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ ചോദിച്ചിട്ട് നേരെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങി. അവിടെ നമുക്ക് ഓൾറെഡി ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ട്രെയിനിൻ്റെ അടുത്തേക്ക് നടന്നു. ട്രെയിനിൻ്റെ അകത്ത് കയറി. നമ്മൾ സീറ്റ് ഓൾറെഡി നമുക്ക് റിസർവ്ഡ് ആയിരുന്നു. അത് ക്രോസ് കൺട്രി ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ സീറ്റ് എവിടെ നോക്കിയിട്ട് നമ്മൾ പോയി. ഫൈനലി നമുക്ക് സീറ്റ് കിട്ടി. അവിടെ നമ്മുടെ ബാഗൊക്കെ സെക്യൂർ ഇട്ടിരുന്നു. പോണ വഴി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം വെതർ ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. ട്രാവൽ നമുക്ക് അത്ര ബോറിംഗ് ഉണ്ടായിരുന്നില്ല. ഫൈനലി നമ്മൾ ബോൺമൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൈമറ്റ് അടിപൊളിയായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് ബോൺമൗത്ത് യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. അങ്ങനെ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവിടെ എല്ലാവരും പരിചയപ്പെട്ടു. അതിന് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ സിറ്റിയൊക്കെ ഒന്ന് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്ക് സിറ്റി ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഞാൻ ബോൺമൗത്ത് സിറ്റിയിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് ബോൺമൗത്ത് സെൻറ്റർ ആ ഒരു സ്ഥലത്തെത്തി. ഇവിടെ കുറേ ആൾക്കാർ സ്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോൾ തന്നെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മളൊരു ബോൺമൗത്തിൽ പാർക്കിലോട്ട് പോവുകയാണ്. നമ്മൾ പാർക്കിലോട്ട് ഇവിടെ അടുത്ത് ഒരു ബേർഡ് സാങ്ച്വറി പോലത്തെ ഒക്കെ ഉണ്ട്. അതിൻ്റെ നമ്മൾ പാർക്കിലൂടെ നടന്ന് നേരെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഒരു ബോൺമൗത്ത് ബീച്ചിലോട്ടാണ്. ഒരിടത്ത് തന്നെയാണ്, അധികം ദൂരം കാര്യങ്ങളൊന്നുമില്ല. ഫൈനൽ നമ്മൾ ബോൺമൗത്ത് ബീച്ചിൻ്റെ അടുത്തായി. ഇവിടെ ഒരു ജൈൻ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ വർക്കിംഗ് അല്ല. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇവിടെ ഈവനിങ് വാക്കിനും ബീച്ചിൽ വന്നേക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പെറ്റ്സിനെയൊക്കെ ആയിട്ട് വാക്കിങ്ങിന് ഒക്കെ വന്നേക്കണത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെയിൽ കുറവായിരുന്നു. നമുക്കൊരു അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഇന്ന് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ നേരെ നടന്നൊരു ബ്രിഡ്ജ് പോലത്തെ ഉണ്ട്. അതിൽ നടന്ന് നമ്മൾ ബീച്ചിൻ്റെ ഏകദേശം ഒരു എൻ്റെ താറായിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കൊരു കസിനോ പബ്ബ് പോലത്തെ ഉണ്ട്. നമുക്ക് അവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. നല്ല തിരയടിക്കുന്നതൊക്കെ കാണാനായിട്ട് കുറേ ആൾക്കാർ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പർ സൈഡ് നല്ല അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കഫേനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ കാണാൻ അടിപൊളിയാണ്, കാരണം ഈ തിരയടിക്കുമ്പോൾ കുറേ ആൾക്കാർ സർഫ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി സൺസെറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സൺസെറ്റ് കാണുന്നത്, കൊണ്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ താഴെ ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ടോട്ടലി ഒരു വുഡൻ മേക്കായിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. നമ്മളിപ്പോൾ ടൗൺ സെൻറ്ററിലുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ സർഫ് ചെയ്യുന്നത് കണ്ടിട്ട് നേരെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ബോൺമൗത്ത് സ്ക്വയറിൽ നിന്ന് നേരെ കയറിയിട്ട് നേരെ അടുത്തൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അത്യാവശ്യം നല്ലൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റാണ്. 1805 എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് ചിക്കൻ വിത്ത് ചൈനീസ് ഫ്രൈഡ് റൈസാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കോക്കാണ്. അതിന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നൈറ്റ് വാക്കിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടുണ്ടായിരുന്നു. ബോൺമൗത്ത് സിറ്റി കാണാൻ ഭയങ്കര അടിപൊളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത റൂമിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം.